നീറ്റിന് വേണ്ടി 1 ഇയറൊക്കെ റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ സ്കോർ വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അത്ര ഒരു സ്കോറൊന്നും കിട്ടിയില്ല. ഇനി ഞാൻ ഇതിന് വേണ്ട 1 ഇയർ കൂടെ എഫേർട്ട് ഇടണോ? അതല്ല, എനിക്ക് എൻ്റെ +2 മാർക്കിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഈ നീറ്റിൻ്റെ മാർക്കിൻ്റെ ബേസിസിലോ വേറെ ഏതെങ്കിലും കോഴ്സിന് പോകണം? ഈ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിൽ തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരം എന്നുള്ളത് വെറും 2 കാര്യങ്ങളാണ് ഗവേൺ ചെയ്യുന്നത്. ആ 2 കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാഷൻ. പാഷനിൽ തന്നെ ഒരു 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ്. അതായത് നിങ്ങളോട് ശരിക്കും ഒന്ന് ചോദിച്ചു നോക്കാം, നിങ്ങളവരുടെ സെൽഫായിട്ട് തന്നെ ചോദിച്ചു നോക്കാം, എനിക്ക് ശരിക്കും ഈ ഒരു ഡോക്ടർ ആവണം, ഈ ഒരു ഫീൽഡിൽ പോകണമെന്ന് താല്പര്യമുണ്ടോ? അതല്ല എൻ്റെ പാരൻസിൻ്റെ പ്രഷർ കാരണമാണോ ഞാൻ ഇത് എടുക്കുന്നത്? അതല്ല എൻ്റെ ഏതെങ്കിലും റിലേറ്റീവ്സ് പറഞ്ഞതുകൊണ്ടാണോ? അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്സ്, ആ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു റിലേറ്റീവ് ഈ ഒരു ഫീൽഡിൽ ഉള്ളതുകൊണ്ട് അത് കണ്ടിട്ടാണോ ഞാൻ പോകുന്നത്? അതല്ല, എനിക്ക് സെൽഫായിട്ട് ശരിക്കും കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഡോക്ടർ ആവണം, ആ ഒരു വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പൊക്കെ. അങ്ങനെ സെൽഫായിട്ടുള്ള ഒരു പാഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ 1 ഇയർ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതല്ല, വേറെ ആരുടെയും ഇൻഫ്ലുവൻസ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു റിപ്പീറ്റ് 1 ഇയർ കൂടെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. സോ ശരിക്കും നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ 1 ഇയർ ലാഭിക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും കോഴ്സ് ചേർന്നു വിചാരിച്ചോ, അങ്ങനെ ആ കോഴ്സിൻ്റെ ഒരു പഠിച്ചിട്ട് ഒരു 2nd ഇയർ ഒരു 3rd ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര റിഗ്രറ്റ് അടിക്കാൻ തോന്നും. അയ്യോ, ഇതിന് ചേരണ്ടായിരുന്നു, അന്നൊരു 1 ഇയർ കൂടെ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് ഒരു MBBS ഡോക്ടറിനെ ആയാൽ മതി എന്നുള്ളൊരു റിഗ്രറ്റ് ഉണ്ടല്ലോ. പിന്നെ ഭയങ്കര ലൈഫ് ലോങ് റിഗ്രറ്റ് പോലെ നിങ്ങളെ മൈൻഡിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ ആയുഷ് കോഴ്സസൊക്കെ ഉണ്ട്, BHMS അല്ലെങ്കിൽ BDS ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് MBBS ആവണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നീറ്റ് എഴുതിയിട്ട് MBBSലോട്ട് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു റിഗ്രറ്റിൻ്റെ ഒരു എക്സ്റ്റെൻഡ് കാരണമാണ് അത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്താൽ ഹാപ്പി ആവും. അതല്ല, എനിക്ക് ഉള്ളിൽ ആ ശരിക്കും പാഷൻ ഉണ്ട്, എനിക്ക് എന്തായാലും ഡോക്ടർ ആവണം എന്നുള്ള ആ ഒരു സാധനം, ആ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഫീൽഡിലോട്ട് വന്നോ. പിന്നെ അടുത്ത പോയിൻ്റ് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. അതായത് ഞാൻ ഈ ഒരു കഴിഞ്ഞ റിപ്പീറ്റിൻ്റെ ഇയറിൽ എൻ്റെ ഫുള്ളായിട്ടുള്ള എഫേർട്ട് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ എവിടെയൊക്കെ സ്റ്റാർട്ടിങ്ങൊക്കെ നല്ല പഠിത്തിരുന്നു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ഉഴപ്പി. ഞാൻ വേണ്ടത്ര മോക്ക് ടെസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ NCERT വേണ്ടത്ര വായിച്ചില്ല, അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തില്ല. എൻ്റെ വീക്ക് പോയിൻറ്റിന്മേൽ ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ടില്ല. അങ്ങനെ നിങ്ങൾ റിപ്പീറ്റിൻ്റെ ഇയർ നിങ്ങൾ വേസ്റ്റ് ആക്കി. ബട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ 1 ഇയർ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അടുത്ത 1 ഇയർ കൂടെ ഞാൻ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ട് എന്തായാലും എനിക്കൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ MBBS കിട്ടുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പക്കായിട്ട് റിപ്പീറ്റ് ധൈര്യമായിട്ട് ഒരു 1 ഇയർ ചെയ്തോ, കുഴപ്പമില്ല. ഇതാണ് നിങ്ങളുടെ പാഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു പോയിന്റ് ആണ്, 2ാമത്തെ പോയിൻ്റാണ് സ്കോർ. സ്കോർ എപ്പോഴാണ് മാറ്റർ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഫുൾ എഫേർട്ട് ഇട്ടു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റിപ്പീറ്റിൻ്റെ ഇയർ, ഈ കഴിഞ്ഞ റിപ്പീറ്റിൻ്റെ ഇയർ നിങ്ങളെ കൊണ്ട് പറ്റണം മാക്സിമം എഫേർട്ട് ഇട്ടു. നിങ്ങൾ കുറേ വർഷം NCERT വായിച്ചു, കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു, കുറേ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റണം മാക്സിമം എഫേർട്ട് ഇട്ട ശേഷം നിങ്ങൾക്കൊരു സ്കോർ 300 അപ്പുറം ഒന്നും ഇമ്പ്രൂവ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ വെറുതെ നിങ്ങൾ ഡിമോട്ടിവേറ്റ് ചെയ്യല്ല, ഇനി ഒരു 1 ഇയർ കൂടെ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് പറയാം. കാരണം പലർക്കും പല കഴിവുകളാണ്. ഈ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യലെന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടും പറ്റുന്ന കാര്യമല്ലല്ലോ. കാരണം എല്ലാവരും ടോപ്പേഴ്സായിട്ട് എല്ലാവരും കൊണ്ടും ഈ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതാണ്, പലർക്കും പല കഴിവുകളാവും. സോ നിങ്ങൾ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് 300 ഒന്നും ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു 1 ഇയർ കൂടെ ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റിൻ്റെ ഇയർ ഞാൻ പക്ഷേ കുറേ ഉഴപ്പിയതുകൊണ്ടാണ് ഇനി എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ഉഷാറാക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് റിപ്പീറ്റിൻ്റെ ഒരു 1 ഇയർ ചെയ്തോ. ഇനി പലർക്കും ഒരു പ്രശ്നം വരിക എന്താണെന്ന് വെച്ചാൽ, 1 കൊല്ലമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഭയങ്കര പ്രശ്നമില്ല എന്നൊക്കെ. ബട്ട് ഞാൻ പറയട്ടെ, ഈ 1 കൊല്ലം എന്നുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് നിങ്ങൾ ഈ മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ 1 കൊല്ലം ഒന്നുമല്ല. കാരണം നമുക്ക് കുറേ കാലം വെച്ച് പഠിക്കാനുള്ളതൊക്കെയാണ്. ഈ 1 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിളാണ്. പിന്നെ ഈ 1 കൊല്ലത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ 1 കൊല്ലം കൊടുക്കാതെ വേറെ ഏതെങ്കിലും കോഴ്സിന് പോയിട്ട് പിന്നെ നിങ്ങൾക്കൊരു റിഗ്രറ്റ് അടിക്കാണ്ട് ആ ഒരു ലൈഫ് ലോങ് റിഗ്രറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു 1 ഇയർ എന്നുള്ളതൊന്നും വളരെ ചെറുതാണ്. പിന്നെ ഇനി ചിലവർക്കൊക്കെ ഭയങ്കര ലേറ്റായി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, കാരണം നമ്മളെ ലൈഫിലെ പലർക്കും പല ടൈം ലൈനാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, KFCൻ്റെ ഫൗണ്ടർ എടുത്ത് നോക്ക്, അല്ലെങ്കിൽ നമ്മൾ ഹാരി പോട്ടറിൻ്റെ റൈറ്റർ, ഇവരൊക്കെ സക്സസ്ഫുൾ ആയത് എത്ര ഏജിലാണ്? ബട്ട് ഭയങ്കര യങ് ഏജിൽ സക്സസ് ആയവരുണ്ട്, ഒരു മിഡിൽ ഏജിൽ സക്സസ്ഫുൾ ആവുന്നവരുണ്ട്, പിന്നെ ഭയങ്കര ലേറ്റായിട്ട് സക്സസ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ലൈഫിലെ ടൈം ലൈന്
ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ ഈ 1 ഇയർ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൊല്ലം എന്തിനായിട്ട് എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു പൊട്ടത്തരാണ്. നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി നല്ലൊരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 1 ഇയർ ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തോ. സോ ഈ ഒരു 2 കാര്യങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് ആ ഒരു പാഷൻ ഉണ്ടോ ശരിക്കും. ആൻഡ് ഞാൻ റിപ്പീറ്റിൻ്റെ ഇയർ ഉഴപ്പിയതുകൊണ്ടാണ് എനിക്ക് പോയത്. അതുകൊണ്ട് നെക്സ്റ്റ് ഇയർ ഞാൻ ഫുള്ള് എഫേർട്ട് ഇടും. ഇനി അടുത്ത ഇയറും പോയി ഉഴപ്പാൻ നിൽക്കരുത് കേട്ടോ. നെക്സ്റ്റ് ഇയർ നിങ്ങളെ ഫുൾ സൈഡിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ ഈ റിപ്പീറ്റ് ഇയർ വരുത്ത മിസ്റ്റേക്ക് ആൻഡ് എവിടെയൊക്കെയാണ് നിങ്ങൾ വീക്ക് പോയിന്റ് അവിടെയൊക്കെ എഫേർട്ട് ഇട്ടിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് എൻ്റെ മാർക്ക് എന്തായാലും ഇമ്പ്രൂവ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഗവൺമെൻറ്റിൽ ഒരു MBBS കൊണ്ടുവന്നുള്ള ആ ഒരു പോയിന്റ്, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റിന് ഇറങ്ങിക്കോ. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ എജുപോർട്ടിൻ്റെ റിപ്പീറ്റ് റിയോദ ബാച്ച് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി സിസ്റ്റത്തിൽ നിങ്ങൾ മാക്സിമം സ്കോളർഷിപ്പ് തന്നെ പഠിക്കുക. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു 5 പില്ലർ ഒരു റിപ്പീറ്റിൻ്റെ ഇയർ നിങ്ങൾക്ക് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയൊരു സിസ്റ്റമാണ്. പിന്നെ സ്കോളർഷിപ്പും നല്ല കിട്ടില്ല മാക്സിമം സ്കോളർഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ എജുപോർട്ട് നീറ്റ് ചാനലിൽ തന്നെ കുറച്ചൊന്ന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എജുപോർട്ട് റിപ്പീറ്റ് റിയോദ ബാച്ച് എന്ന് പറഞ്ഞ വീഡിയോ. അതിലാണ് കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോ, വേഗം അഡ്മിഷൻ എടുത്തോ. കാരണം എത്ര പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണോ അത്ര കൂടുതൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്. സോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. സോ ശരിക്കും ആലോചിച്ചിട്ട് ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക.